ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് കാറ്റേ കടലേ എന്നുള്ള 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റത്തെ പാഠത്തിൻ്റെ മാനത്തും താഴത്തും എന്നുള്ള ഫസ്റ്റ് പാഠത്തിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തു കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതിരും കതിരും എന്നുള്ള ചാപ്റ്ററിലെ പാഠഭാഗങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലെ ഫസ്റ്റത്തെ പാഠം എന്താണ്? കാന്താരിക്കുട്ടിയും കൂട്ടുകാരും അല്ലേ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള പാഠങ്ങളുടെ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1ാമത്തെ പാഠം കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. ഓക്കെ, ഇതാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം അതിരും കതിരും കേട്ടോ. ഇൻട്രൊഡക്ഷൻ എന്താണ് പറയുന്നത്, എന്താണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നതെന്ന് വെച്ച് നോക്കാം. മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം. ഇതിനെപ്പറ്റി ആലുംമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും കേട്ടോ. അതൊരു കത്തിന്റെ രൂപത്തിലാണ്. എന്തിന്റെ രൂപത്തിലാണ്? ഒരു കത്തിന്റെ രൂപത്തിലാണ് കേട്ടോ നമുക്ക് പാഠം പഠിക്കാനുള്ളത്. അപ്പൊ എവിടെയാണ് ആരാണ് ഈ കത്ത് എഴുതുന്നത്? മത്തങ്ങ അല്ലെ. ആലുംമൂട് ചന്തയിലെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങയാണ് എഴുതുന്നത്. ആർക്കാണ് എഴുതുന്നത്? കാന്താരിക്കുട്ടിക്കാണ് എഴുതുന്നത് അല്ലേ. അപ്പൊ കത്ത് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സ്ഥലം എഴുതണം. നമ്മൾ എവിടെ നിന്നാണോ കത്ത് എഴുതുന്നുള്ള സ്ഥലം അല്ലെ. ഇവിടെ ആലുംമൂട് ചന്തയാണ്, അതുകൊണ്ടാണ് അവിടെ ആലുംമൂട് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ തീയതി എഴുതണം. മനസ്സിലായല്ലോ. എന്നിട്ട് ആർക്കാണ് എഴുതുന്നത്? കാന്താരിക്കുട്ടിക്ക് അല്ലെ. അപ്പൊ പ്രിയപ്പെട്ട കാന്താരിക്കുട്ടിക്ക്. നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ. ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലുംമൂട് പച്ചക്കറി ചന്തയിൽ വച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും. വെളുപ്പിന് 5:30 മണിക്കാണ് സമ്മേളനം. നേരം വെളുത്താൽ മനുഷ്യരൊക്കെ ചന്തയിലെത്തും. മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത്. യോഗത്തിൽ നമ്മുടെ പച്ച കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും. നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത്? അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം. പച്ചക്കറികളോട് ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ. എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ. ഞാൻ നിന്നെ കാത്തിരിക്കും. വരാതിരിക്കരുത്. സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ. സെക്രട്ടറി, അഖില ലോക പഴം പച്ചക്കറി സഭ അല്ലെ. അപ്പൊ അഖില ലോക പഴം പച്ചക്കറി സഭയുടെ ഒരു സമ്മേളനം നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങ ആർക്കാണ് കത്തെഴുതുന്നത്? കാന്താരിക്കുട്ടിക്ക് എഴുതിയ കത്താണ് അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ചോദ്യം? എന്താണ്? കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുകയാണ്. അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? അപ്പൊ കത്തിലെ വിവരം കാന്താരി മുളക് ഇങ്ങനെ മത്തങ്ങയുടെ കത്ത് കിട്ടി ആ വിവരം മറ്റു പച്ചക്കറികളോട് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുക? എന്തൊക്കെയായിരിക്കും? ഈ വരുന്ന ശനിയാഴ്ച ആലുംമൂട് പച്ചക്കറി ചന്തയിൽ വെളുപ്പിന് 5:30 മണിക്ക് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കുമെന്ന് പറയും ഇല്ലേ. അത് പറയും തീർച്ചയായും. പിന്നെ എന്ത് പറയും? മത്തങ്ങയാണ് യോഗം വിളിച്ചു ചേർത്തതെന്നും തണ്ണിമത്തനാണ് അധ്യക്ഷ വഹിക്കുന്നതെന്നും അറിയിക്കും. അടുത്തതോ, എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും തക്ക സമയത്ത് എത്തിച്ചേരണമെന്നും ആവശ്യപ്പെടും. മനസ്സിലായല്ലോ. നെക്സ്റ്റ് പറയുന്നത് എന്തായിരിക്കും? പ്രസംഗിക്കാൻ തനിക്ക് അവസരം ലഭിച്ച കാര്യവും തീപ്പൊരി പ്രസംഗം നടത്തേണ്ടതിന്റെ ആവശ്യകതയും പങ്കുവയ്ക്കും ഇല്ലേ മറ്റു പച്ചക്കറികളോട്. അടുത്ത ചോദ്യം, കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടെത്തും. അപ്പൊ ഇതൊരു കത്തിന്റെ രൂപമാണ് അല്ലെ നമ്മുടെ പാഠം. അപ്പൊ എന്തൊക്കെയാണ് കത്തിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മത്തങ്ങ മറ്റൊരു കാന്താരി മുളകിന് എഴുതിയ കത്താണിത്. പഴങ്ങളും പച്ചക്കറികളും തമ്മിലുള്ള ആശയവിനിമയമാണ് കത്തിലെ ഉള്ളടക്കം. മനുഷ്യരെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും യോഗം ചേരാനും കഴിവുള്ള ജീവികളായി പച്ചക്കറികളെ സങ്കല്പിച്ചിരിക്കുന്നു. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം എന്നൊരു സാങ്കല്പിക പരിപാടിയെ കുറിച്ചാണ് കത്തിൽ പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു സമ്മേളനം ഉണ്ടോ? ഇല്ല അല്ലെ. പരിപാടിയാണ്. ഹാസ്യവും കൗതുകവും നിറഞ്ഞതാണ് കത്തിലെ ഭാഷയും ആശയങ്ങളും. സമ്മേളനം നടത്തുകയാണ്. കാന്താരി മുളക് നല്ലൊരു തീപ്പൊരി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. മത്തങ്ങയും തണ്ണിമത്തനും പഴങ്ങളും പച്ചക്കറികളും എല്ലാവരും ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ്. നമുക്കും ആലുംമൂട് ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം. അങ്ങനെ പ്രസംഗം തുടങ്ങിയിട്ട് കാന്താരിക്കുട്ടിയുടെ പ്രസംഗമാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ, വിവിധയിടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുമിടുക്കരായ പച്ചക്കറികളെ, രുചിയുള്ള പഴങ്ങളെ, നമസ്കാരം. 1ാം അഖില ലോക പഴം
കഴിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ്. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? എന്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ, പച്ചക്കറികളെ, നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൻ, ആനന്ദിക്കുവിൻ. ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ്. ഞാൻ എരിവിന്റെ ആശാട്ടിയാണെന്നും ഹേമയാണെന്നും ഒക്കെ ഇവിടെ മത്തങ്ങ ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു. സംഗതി സത്യമായിരുന്നാൽ ഞാനും അംഗീകരിക്കുന്നു. ആ ഒരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്.